ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വഴി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഏതെങ്കിലും കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയുടെ മധ്യയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ വഴി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ വഴി നടത്തുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കുവാനായിട്ട് ഇടയാകും. നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം. എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുകയാണ് വേണ്ടത്. പഴയ നിയമം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വളരെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്നത് കാണുന്നുണ്ട്. 430 വർഷം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോദനം കേട്ട് അവരെ രക്ഷിക്കുവാനായിട്ട് യാഹ്വേ ഇറങ്ങി വന്നു. പ്രവാചകനായിട്ടുള്ള മോശയെ തെരഞ്ഞെടുത്ത് ബലപ്പെടുത്തി ദൈവം അവരെ വിടുവിക്കുവാനായിട്ട് ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്നു. ശക്തമായ 10 മഹാമാരികൾ അയച്ചുകൊണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പാടിനൊരുങ്ങി അവർ പുറപ്പെട്ട് ഇതാ യാത്ര ചെയ്യുകയാണ്. ആ പുറപ്പെട്ട ഈ ഇസ്രായേൽ ജനം ഇതാ മിഗ്ദോലിൽ വന്ന് ചെങ്കടലിനും മിഗ്ദോലിനും മധ്യേ അവർ പാളയമടിച്ച് ഇരിക്കുകയാണ്. ഈ സമയം അവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് യാതൊരുവിധ വഴികളുമില്ലാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഫറവോയുടെ മനസ്സ് വീണ്ടും ദൈവം കഠിനമാക്കുകയും ഫറവോയും സൈന്യവും വീണ്ടും ഇവരെ അന്വേഷിച്ചുകൊണ്ട് ഈ മിഗ്ദോലിലേക്ക് പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പുറപ്പാടിന്റെ കാലഘട്ടം ഏതെന്ന് ചിന്തിച്ചാൽ BC 1450 എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് അവർ കാണിക്കുന്ന വചനം ഇതാണ്. 1 രാജാക്കന്മാർ അതിന്റെ 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ സോളമൻ എന്ന് പറയുന്ന രാജാവ് ഇതാ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഭരണവർഷത്തിന്റെ 4-ാം വർഷമാണ് ഇത് സോളമൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതമായതിന്റെ 480-ാം വർഷമാണ് ഈ സോളമൻ ദൈവത്തിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിന്റെ പണി ആരംഭിക്കുന്നത് എന്ന്. അപ്പോൾ സോളമന്റെ കാലഘട്ടം ഏകദേശം 970 എന്ന് കണക്കാക്കിയാൽ ഈ BC 1450 ഈ പുറപ്പാട് സംഭവം നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ 1-2 വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കഴിഞ്ഞിരുന്ന 430 വർഷവും അവർക്ക് അടിമത്വവും പീഡനവുമായിരുന്നു എന്നുള്ള ഒരു വിഷയമാണ്. ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തികൾ യാക്കോബും യാക്കോബിന്റെ സന്താനങ്ങളും അവരുടെ ഭാര്യമാരും മക്കളെല്ലാം ചേർന്ന് വെറും 70 പേർ മാത്രമായിരുന്നു. എന്നാൽ അവർ വളരെയധികം എണ്ണം വർദ്ധിച്ച് ആ രാജ്യത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു ശക്തിയായി മാറുന്നതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇവരുടെ സംഖ്യ അതീതമായി കഴിഞ്ഞപ്പോൾ അത് വലിയൊരു പ്രശ്നമായി കാണുന്ന ജോസഫിനെ അറിയാത്ത ഒരു പുതിയ ഫറവോ വരുമ്പോൾ മുതലാണ് ഈ പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ മേലുള്ള ഈജിപ്തിന്റെ പീഡനം ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ചു, വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി. അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. ഈ പുതിയ ഭരണാധികാരി വരുന്നത് മുതലാണ് ഇസ്രായേലിന്റെ അടിമത്തത്തിന്റെ നുകം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പീഡനങ്ങളുടെ കാലഘട്ടം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഈജിപ്തിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അവരുടെ എണ്ണം വർദ്ധിക്കണം, അവരെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ പഴയ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു രാജ്യമായിരുന്നു ഈജിപ്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഈജിപ്തിലേക്ക് മറ്റുള്ള ശത്രുക്കളുടെ ആക്രമണമോ വേറെ ഏതെങ്കിലും പിടിച്ചെടുക്കലുകളോ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവരെ സേഫായിട്ട് ഈജിപ്ത് ദേശത്ത് എത്തിക്കുന്നു. അവിടെ വെച്ച് ഈ ദൈവജനത്തിന്റെ എണ്ണം ദൈവം വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വിഷയം, ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞ് ജോസഫിന്റെ സഹോദരന്മാർ ഇസ്രായേലിലെ ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങാനായിട്ട് വരുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 42-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിൽ കാണുന്നു. അവിടെ 2 പ്രാവശ്യം അവർ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്വതന്ത്രമായ പാതയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനത്തെ ദൈവം ചെങ്കടലിന്റെ ഭാഗത്തോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം.
ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദേശത്തോടു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെ എല്ലാ ദൈവവും അവരെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സുമാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമെന്ന് അവിടുന്ന് വിചാരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ പോലെ അത്യാധുനികമായ സാങ്കേതിക വിദ്യയോ യുദ്ധോപകരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പുറപ്പാട് നടക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു രാജ്യത്തെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ കരവഴി മാത്രമേ ആക്രമിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ ഈജിപ്തിന്റെ ഉത്തരഭാഗത്ത് മെഡിറ്ററേനിയൻ സീയും അതിന്റെ വലതു ഭാഗത്ത് ചെങ്കടലുമായി ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് കടലിലൂടെ ഒരു ആക്രമണം ഈജിപ്ത് ദേശത്ത് ഒരിക്കലും വരാൻ സാധ്യതയില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളുമായി കരമാർഗം ബന്ധപ്പെട്ടിരിക്കുന്ന ആ സ്ഥലത്തിലൂടെയാണ് ശത്രുക്കൾ വരാനായിട്ട് സാധ്യതയുള്ളത്. ഈ ഇസ്രായേൽ ജനം കരമാർഗം യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ ദേശത്തെല്ലാം ഈജിപ്തിന്റെ സൈനിക സാന്നിധ്യമുണ്ട്, സൈന്യത്തിന്റെ പോസ്റ്റുകളുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരോട് എതിർത്ത് നിൽക്കാനോ യുദ്ധം ചെയ്യാനോ ഈ ജനത്തിന് കഴിയില്ല. കാരണം ഇവർ അടിമത്തത്തിന്റെ നുഖത്തിലായിരുന്നു. ഇവർ ശാരീരികമായും മാനസികമായും വളരെ തളർന്ന ഒരു മനോഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സാഹചര്യം അവരുടെ മുന്നിലേക്ക് വന്നാൽ അവർ തീർച്ചയായിട്ടും വീണ്ടും ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ അതിലൂടെ നയിക്കാത്തത്. എന്നാൽ മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ എന്തുകൊണ്ട് ഈ കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ ജനത്തെ ഈ പ്രതിസന്ധിയിലേക്ക് ദൈവം തള്ളിയിട്ടു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ ദൈവമാണ് ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് എങ്കിൽ ആ ദൈവം സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളെ ക്രമീകരിക്കുകയും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ആ ദൈവത്തിന് ശക്തിയുണ്ടെന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മിഗ്ദോലിനും ചെങ്കടലിനും മധ്യേ പാളയമടിച്ചിരിക്കുക. എന്നാൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോയതറിഞ്ഞ ഫറവോ തന്റെ മനസ്സ് കഠിനമാക്കുകയും അവരെ വിട്ടത് അനുദപിക്കുകയും ചെയ്തുകൊണ്ട് അവരെ തിരികെ കൊണ്ടുവരുവാൻ വലിയൊരു സൈന്യത്തെ കൂട്ടി വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നിന്ന് രഥങ്ങൾ പൊടിപടലങ്ങൾ പാറിച്ചുകൊണ്ട് അതിവേഗത്തിൽ പാഞ്ഞു വരുന്നതും കുതിരകളുടെ പുറത്തും മറ്റുമായി യാത്ര ചെയ്തുകൊണ്ട് അനേകം യുദ്ധവീരന്മാരായിട്ടുള്ള ഈജിപ്തിന്റെ പട്ടാളക്കാർ വരുന്നതൊക്കെ അപ്പോൾ കാണാൻ പറ്റും. ഒരു സൈഡിൽ ചെങ്കടൽ നിൽക്കുന്നു, മറ്റേ സൈഡിൽ ഫറവോന്റെ സൈന്യം ഇത് അവരെ പിന്തുടരുന്നു. ആ സമയത്ത് ദൈവത്തെ അവർ നിലവിളിച്ച് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ പ്രവാചകനായ മോശയോട് അവർ പിറുവിറുക്കുന്നു. അവർ ചോദിക്കുന്നു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്നത്? ഞങ്ങളെ വിട്ടയക്കും, ഞങ്ങൾ തിരികെ പോയിക്കോളാം എന്നൊക്കെ പറയുന്ന ഒരു കമന്റ് ഒക്കെ അവിടെ അവർ പാസ്സാക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ഓർക്കണമേ, ദൈവം എന്തിനാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ആ ദൈവത്തിന് ആ മനുഷ്യനെ നടത്താൻ കഴിവുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈജിപ്തിന്റെ മേളിൽ 10 ശക്തമായ മഹാമാരികൾ അയച്ച് അന്നത്തെ വലിയ സാമ്രാജ്യ ശക്തിയായിട്ടുള്ള ഈജിപ്തിന്റെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്നും അവരെ വിടുവിക്കാൻ കഴിയുമെന്ന് ഉള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ പോയില്ല. മറിച്ച് അവർ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും മോശയ്ക്കെതിരെ പിറുവിറുക്കുവാനാണ് തയ്യാറായത്. എന്നാൽ മോശ പറയുക, ദൈവജനമേ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇസ്രായേലിന്റെ ഈ പുറപ്പാട് സംഭവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഏകദേശം 6 ലക്ഷത്തോളം യുവാക്കന്മാർ ഇസ്രായേലിന്റെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ എന്തുണ്ടെങ്കിൽ അവരുടെ ജീവിത പങ്കാളികളും മക്കളും മാതാപിതാക്കളും ഒക്കെ ചേർന്ന് ഏകദേശം 20-25 ലക്ഷത്തിലും അധികം ആളുകളെ ഒരേ സമയം ദൈവം നടത്തുന്നു. അതുമാത്രമല്ല, അവരുടെ മൃഗങ്ങളും മറ്റു സ്വത്തുവകകളെല്ലാം ദൈവം സംരക്ഷിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, ആഹാരം, വെള്ളം എല്ലാം തന്നെ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന് നടത്താൻ കഴിയുമെങ്കിൽ എന്നെയും എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെയും നടത്താൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട്, ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതകൾ വരുമ്പോൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ മാനുഷികമായ എല്ലാ പ്രവൃത്തികളും പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഓർക്കണമേ, ചെങ്കടലിനെ പിളർന്നുകൊണ്ട് പുതിയൊരു വഴിയെ ഒരുക്കുന്ന ദൈവമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യൻ അസാധ്യമായി തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ദൈവം ശക്തനാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾക്കിടെ സിറ്റുവേഷനെ ഓർത്ത് നാം പരിതപിക്കുകയോ ദൈവത്തിനെതിരെ പിറുവിറുക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. മറിച്ച് ദൈവത്തോടുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത മേഖലകളിലൂടെ ദൈവം പുതിയ വഴികളെ തുറന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിജയകരമായി നടത്താൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മൂന്നാമതായിട്ട് മോശ പറയുന്ന ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷാകരകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തിനെ നിങ്ങൾ ഇനി ഒരിക്കലും കാണത്തില്ല. ഫറവോയും സൈന്യവും ഇസ്രായേലിനെ പിന്തുടർന്ന് വരുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. ഒരുപക്ഷെ അവർ ചിന്തിച്ചേക്കാം, ഇന്ന് ഞങ്ങളുടെ അവസാനമാണെന്ന്. എന്നാൽ ഓർക്കണമേ, ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്? ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു ഭീഷണിയാകാത്ത വിധം ഈജിപ്തിനെ അല്ലെങ്കിൽ ഫറവോയും അവന്റെ സൈന്യത്തെയും എന്നേക്കുമായി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ശത്രുവായിട്ടുള്ള ഇവരെ എന്നേക്കുമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത്. ഇതുപോലെ നമ്മളും ഏതെങ്കിലും പ്രതിസന്ധിയിലാണോ എങ്കിൽ നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയും പുതിയ വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ ദൈവം തീർച്ചയായും നമ്മൾ ഓരോരുത്തരെയും നടത്തും. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.